ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ നമ്മൾ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കും. വിശുദ്ധവാരത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ സഭയിൽ 40-ാം വെള്ളി ആചരിക്കുന്നുണ്ട്. ഈശോയുടെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസത്തെക്കുറിച്ചും ഈശോ മരുഭൂമിയിൽ നേരിട്ട പ്രലോഭനങ്ങളെക്കുറിച്ചുമെല്ലാം ധ്യാനിച്ചുകൊണ്ടാണ് നമ്മുടെ വലിയ നോമ്പ് ആരംഭിച്ചത്. ഇപ്രകാരം ഈശോയുടെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസത്തെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചും ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച നോമ്പിൻ്റെ 40-ാം ദിവസമാണ് 40-ാം വെള്ളി. ആദിമകാലം മുതൽ സഭയിൽ 2 ഘട്ടങ്ങളായിട്ടാണ് വലിയ നോമ്പ് ആചരിച്ചിരുന്നത്. വിഭൂതി മുതൽ 40-ാം വെള്ളി വരെയുള്ള 40 ദിവസമടങ്ങുന്ന ആദ്യത്തെ ഘട്ടവും ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് തിരുനാൾ വരെയുള്ള 2ാമത്തെ ഘട്ടവും. ഈ 2 ഘട്ടങ്ങളും ചേരുന്നതാണ് വലിയ നോമ്പ്. ഈ വലിയ നോമ്പിലെ ആദ്യ ഘട്ടത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് 40-ാം വെള്ളിയാഴ്ച. 40-ാം വെള്ളിയാഴ്ച നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ ദേവാലയത്തിൽ വായിക്കുന്ന സുവിശേഷ ഭാഗം ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം മുതൽ പന്തക്കുസ്ത വരെയുള്ള സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അർണോസ് പാതിരി എഴുതിയ പുത്തൻപാന വായിക്കുന്ന ഒരു വലിയ പതിവ് നമ്മുടെ പാരമ്പര്യത്തിലുണ്ടായിരുന്നു. ഈശോയുടെ ജനനം മുതലുള്ള സംഭവങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള 5-ാം പാദം മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് വലിയ നോമ്പ് കാലത്ത് വായിച്ചിരുന്നത്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ വായിച്ചിരുന്നത്. 40-ാം വെള്ളിയാഴ്ച നമ്മൾ വായിക്കുന്നത് 9-ാം പാദമാണ്. ഈശോ ലാസറിൻ്റെ മരണവാർത്ത അറിഞ്ഞ് ബഥാനിയയിലെത്തുന്നതും ലാസറിൻ്റെ സഹോദരിമാരെ ആശ്വസിപ്പിക്കുന്നതും ലാസറിനെ ഉയർപ്പിക്കുന്നതുമെല്ലാം വിവരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ 9-ാം പാദമാണ് നമ്മൾ സാധാരണയായിട്ട് 40-ാം വെള്ളിയാഴ്ചകളിൽ വായിച്ചിരുന്നത്. അതുകൊണ്ട് ലാസറിൻ്റെ വെള്ളി എന്നുകൂടി ഈ 40-ാം വെള്ളിയാഴ്ച അറിയപ്പെടുന്നതുണ്ട്. പാപത്തിന് മരിച്ച മനുഷ്യന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ഈ മനുഷ്യനെ വീണ്ടെടുത്ത കർത്താവിനെക്കുറിച്ച് പ്രത്യേകമായിട്ടും നമ്മൾ ധ്യാനിക്കുന്ന ദിവസമാണ് ഈ 40-ാം വെള്ളിയാഴ്ച. വലിയ നോമ്പ് അതിൻ്റെ തീക്ഷ്ണതയേറിയ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ 40-ാം വെള്ളിയാഴ്ച. പാപത്തിൽ മരിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാനായി അവന് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ദിവസമാണ് ഈ 40-ാം വെള്ളി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പശ്ചാത്താപത്തിനെയും പാപപരിഹാരത്തിൻ്റെയും മനോഭാവം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് കുരിശുമലകൾ കയറുന്നതും കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി നമ്മുടെ പാപപരിഹാരാർത്ഥം കാഴ്ചവെക്കുന്നതുമെല്ലാം. ഈ 40-ാം വെള്ളിയാഴ്ച നമുക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും മനോഭാവം ഉള്ളിൽ സൂക്ഷിക്കാം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വിഭൂതി തിരുനാൾ ദിവസം നമ്മൾ ആരംഭിച്ച ആ വലിയ നോമ്പിൻ്റെ ചൈതന്യം കൂടുതൽ തീക്ഷ്ണതയുള്ളതാക്കി തീർക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. 40-ാം വെള്ളിയുടെ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹപൂർവ്വം ഏവർക്കും നേരുന്നു. ആമേൻ.